So listen, നമുക്ക് അധികം ടൈം ഇല്ല, പെട്ടെന്ന് ടൈം തീരും. ഏറ്റവും വേഗത്തിൽ എന്ത് ചെയ്യാം, ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. സോ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണം എന്നില്ല, ആൻസേഴ്സ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ എഴുതുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. Your first question is, why is Holi called the festival of colors? The festival of colors. Your first question is this: why Holi is called the festival of colors? Question എഴുതണ്ട, you write only answers, okay? Answer മാത്രം എഴുതിയാൽ മതി കേട്ടോ മോളെ മാളവിക. എല്ലാവരും നോട്ടും ടെക്സ്റ്റും എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്ത് വെക്കുക. ആരും നോക്കി ആൻസർ എഴുതണ്ട. ബിക്കോസ് നോക്കി എഴുതിയതും അല്ലാതെ എഴുതിയതും നന്നായിട്ട് മനസ്സിലാവും. സോ ആരാണ് സ്ക്രീനിൽ? ഫാത്തിമ മെഹ്റിൻ, എന്താണ് മോളെ? സ്ക്രീനിൽ നിങ്ങൾ എഴുതി കളിക്കരുത്. ക്വസ്റ്റ്യന് എന്താണ്, അത്രേ ടൈം ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കി പെട്ടെന്ന് ആൻസർ എഴുതുക. വേറെ ജോലിക്കൊന്നും പോകരുത്, ഇല്ലെങ്കിൽ ടൈം ഉണ്ടാവില്ല.
4 ക്വസ്റ്റ്യൻ മാത്രമാണ് ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വൈ ഈസ് ഹോളി കോൾഡ് ദ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്? എന്താണ്, എന്തുകൊണ്ടാണ് ഹോളിനെ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത്? Then second, what do people during റംസാൻ? ആളുകൾ റംസാൻ മാസത്തിൽ എന്താണ് ചെയ്യുക? ഫർഹ പെട്ടെന്ന് എഴുതുക, ടൈം ഉണ്ടാവില്ല, ഓൺലി ഹാഫ് ആൻ അവറേ ഉള്ളൂ നിങ്ങൾക്ക്. Then up to which class are the following schools? Middle, primary, senior secondary. ഇതിനെ എന്താണ് പറയാ? ഇതിന്റെ ആൻസർ എഴുതുമ്പോ എന്ത് ചെയ്യാം? മിഡിൽ എന്ന് എഴുതിയിട്ട് അതിന് ഏതാണ്, പ്രൈമറി എന്ന് എഴുതുക ഏതാണ്, സീനിയർ സെക്കൻഡറി എന്ന് എഴുതുക. ക്വസ്റ്റ്യൻ എഴുതണ്ട. അപ് ടു വിച്ച് ക്ലാസ്സസ് ആർ ദ ഫോളോയിങ് സ്കൂൾസ് എന്ന് എഴുതണ്ട, പക്ഷെ മിഡിൽ എന്ന് എഴുതിയിട്ട് ഏത് ക്ലാസ് ആണ്, പ്രൈമറി ഏത് ക്ലാസ് ആണ്, സീനിയർ സെക്കൻഡറി ഏത് ക്ലാസ് ആണ് എന്നുള്ളത് എഴുതുക. ഹൗ ഡു ചിൽഡ്രൻ ഗോ ടു സ്കൂൾ വിച്ച് ആർ ഫാർ? എങ്ങനെയാണ്, ഫാർ ആയിട്ടുള്ള സ്കൂളിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ പോകുന്നത് എന്നാണ് എഴുതേണ്ടത്. എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കണ്ട. ഈ ക്വസ്റ്റ്യൻ നോക്കുക, ആൻസേഴ്സ് എഴുതുക എല്ലാവരും. മുഹമ്മദ് അഫ്ലാം അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുക കേട്ടോ മോനെ. ഫാത്തിമ മെഹ്റിൻ വീഡിയോ ഓൺ ചെയ്തേ. ഹന്ന വീഡിയോ ഓൺ ചെയ്തേ. ഹന്ന, മിൻഹാജ്, മിൻഹാജിന്റെ ഒക്കെ വീഡിയോ എന്താണ് ഓഫ്? ഫാത്തിമ മെഹ്റിൻ വീഡിയോ ഓൺ ചെയ്തേ എല്ലാരും. ഹൈഫ മെഹ്റിൻ, വേർ ആർ യു? ഐ കാൻ സീ യു. ക്യാമറ നേരെ വെച്ച് മോളെ. ഓക്കെ, then എന്നിട്ട് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാ. ഫാത്തിമ മെഹ്റിൻ ആൻഡ് ഷഹസാദ്. ഫോണ് കംപ്ലൈന്റ് ആയോണ്ടാണ്. അതെ അല്ലേ, പെട്ടെന്ന് ക്വസ്റ്റ്യൻ നോക്കി എഴുതട്ടോ. ഓക്കെ ഓക്കെ. ഇപ്ര എഴുതുന്നില്ലേ മോളെ? അടിപൊളി ഹെയർ ബാൻഡ് ഒക്കെ ആണല്ലോ ഇപ്ര. മിസ് എന്തൊരു ക്ലാസ് കട്ടായി പോയിനെ. ആരാണത്? മിൻഹാജ്. ആ മിൻഹാജ്, പെട്ടെന്ന് നോക്കി എഴുതട്ടോ മോനെ. മിസ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ്? അപ് ടു വിച്ച് ക്ലാസ്സസ് ആർ ദ ഫോളോയിങ് സ്കൂൾസ്? മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഏത് ക്ലാസ്സിനെയാണ്? പ്രൈമറി എന്ന് പറയുന്നത് എത്ര മുതൽ എത്ര വരെയുള്ള ക്ലാസ്സിനെയാണ്? സീനിയർ സെക്കൻഡറി എന്ന് പറയുന്നത് ഏത് ക്ലാസ്സിനെയാണ്? നമ്മൾ പഠിച്ചുവല്ലോ, ആ സ്കൂൾ എന്നുള്ള പോർഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുമ്പോൾ എങ്ങനെയാ എഴുതേണ്ടത് എന്ന് വെച്ചാല്, മിഡിൽ എന്ന് എഴുതുക ഏത് സ്കൂളാണ്, പ്രൈമറി ഏത് ക്ലാസ് ആണ്, സീനിയർ സെക്കൻഡറി എന്ന് എഴുതിയിട്ട് ഏത് ക്ലാസ് ആണ് എന്ന് എഴുതണം. അല്ലാതെ വെറുതെ ക്ലാസ്സുകൾ മാത്രം എഴുതരുത്. മിഡിൽ ഏത് ക്ലാസ്, പ്രൈമറി ഏത് ക്ലാസ്, സീനിയർ സെക്കൻഡറി ഏത് ക്ലാസ്, അങ്ങനെയാണ് എഴുതേണ്ടത്. Then fourth, how do children go to school which are far? Far ആയിട്ടുള്ള സ്കൂളിലേക്ക് കുട്ടികൾ എങ്ങനെയാണ് പോവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത്? എന്താണ് മക്കളെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത്? What do people during Ramzan എന്നുള്ളതാണ്. First question, why is Holi called the festival of colors? Second, what do people during Ramzan? And third, up to which classes are the following schools? And how do children go to school which are far?
Finish ചെയ്തോ മോളെ ജുവൽ? Very good. Okay, Ifra. Miss finish. Okay. Finish. Okay, very good. നന്നായിട്ട് പഠിച്ച കുട്ടികളൊക്കെ പെട്ടെന്ന് എഴുതി കഴിഞ്ഞു വേണ്ടില്ലേ? എറിക് ക്വസ്റ്റ്യൻ എഴുതണ്ട കേട്ടോ മോനെ. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ എഴുത കേട്ടോ. Miss finish. Okay, good. Miss finish. ഫിനിഷ് ചെയ്തു അല്ലേ? ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ഫിനിഷ് ചെയ്തിട്ട് ഒന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പോർഷനിലേക്ക് പോവാം. എല്ലാവരും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാല് എഴുതാത്തവർ എന്ത് ചെയ്യാം, പെട്ടെന്ന് എഴുതുക. തിരക്ക് പിടിച്ച് തെറ്റിക്കരുത്. ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ എഴുതുക. മാളവിക ഫിനിഷ് ചെയ്തോ? Yes. ഓക്കെ. Miss finish. ഫിനിഷ് ചെയ്തു അല്ലേ? ഓക്കെ, ഗുഡ്. എല്ലാവരും ഫിനിഷ് ചെയ്തിട്ട് ഒന്ന് പറയണേ. ഋഷികേഷ് കഴിഞ്ഞോ മോനെ? നോ. ഓക്കെ, സ്പീഡ് അപ്പ്. ഫർഹ കഴിഞ്ഞോ? ഫർഹ മുഹമ്മദ് നാഫി കഴിഞ്ഞോ മോനെ? ഓക്കെ, ഗുഡ്. കുര്യൻ, ആർ യു ഫിനിഷ്? യെസ്. ഓക്കെ. അനീറ്റ വീഡിയോ ഓൺ ചെയ്തേ. അനീറ്റ what are you doing there?
Get off your video. Are you finished, Anita? Yes. Okay. Miss, finish. Okay, good. Miss, finish. Okay, fine. Haifa, are you finished? മുഴുവൻ പേരുടെയും ആൻസർ ഷീറ്റ് സെൻഡ് ചെയ്ത് തന്നിരിക്കണം കേട്ടോ. നിങ്ങൾ എഴുതിയില്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ എന്താണോ എഴുതിയത് അതെല്ലാവർക്കും സെൻഡ് ചെയ്യണം. ക്ലാസ്സിൽ എക്സാം അറ്റൻഡ് ചെയ്ത മുഴുവൻ പേരും എന്ത് ചെയ്യണം? ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അജിത്, are you finished? Miss, any question ഉണ്ടാ? No. മിനാജെ, എന്താണ് കാലിന് എന്ത് പറ്റി? കാല് തലയിൽ മുട്ടുന്നുണ്ടോ നോക്കിയതാണോ? ആണോ അവിടെ? അജിത് ഫിനിഷ് ചെയ്തോ മോനെ? കഴിഞ്ഞോ? Yes. ഓക്കെ Yes. ഓക്കെ ഗുഡ്. Then ടെസ്സ കഴിഞ്ഞോ മോളെ? Yes. Then ഫർഹ, are you finished? അല്ല, മിസ്സിന്റെ പേഴ്സണൽ കഴിഞ്ഞു അല്ലേ? ആ മിസ്സിന്റെ പേഴ്സണൽ തന്നാ മതി കേട്ടോ. എല്ലാരും ഗ്രൂപ്പിലാവുമ്പോ ചിലപ്പോ അതിന്റെ ഇടയിൽ വേറെ മെസ്സേജ് ഒക്കെ വരുമ്പോ പേപ്പർ എങ്ങോട്ടെങ്കിലും മിസ്സായി പോകും. സോ മിസ്സിന്റെ നമ്പർ ഉണ്ടല്ലോ, അതിലെല്ലാവരും സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. ഫർഹ കഴിഞ്ഞു എന്നാണോ പറഞ്ഞത്? ഫർഹ? യെസ്. ഓക്കെ. Then Haifa, are you finished? Yes or no? ക്വസ്റ്റ്യൻ എഴുതണ്ടല്ല. വേണ്ട വേണ്ട. മിസ് കേൾക്കുന്നില്ല. ആർക്കാണ് കേൾക്കാത്തെ? ഹൈഫ കഴിഞ്ഞോ മോളെ? Then ഋഷികേഷ് കഴിഞ്ഞോ? യെസ്. ഓക്കെ. അപ്പൊ എല്ലാരും കഴിഞ്ഞു അല്ലേ? അനീറ്റ, ഹന്ന, are you finished? Yes. Okay. Then സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാരും കഴിഞ്ഞല്ലോ? Yes. Okay. Then come back and എക്സാം എഴുതിയത് മാറ്റി വെക്കുക. Then take your textbook. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. നമുക്ക് നോക്കാം അല്ലെ നമ്മൾ എവിടെ വരെയാണ് പറഞ്ഞത് എന്നുള്ളത്. 2-3 പോർഷൻസ് കൂടി ഉണ്ട് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി. ഫെബ്രുവരിയോട് കൂടി നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കഴിയും അല്ലേ? അപ്പൊ അതിന്റെ അകം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊക്കെ ഫിനിഷ് ചെയ്യേണ്ടതാണ്. സോ കുറച്ച് നമുക്ക് സ്പീഡ് ആക്കേണ്ടി വരും നമ്മുടെ ഇതൊക്കെ തീരണമെങ്കിൽ അല്ലേ? നെക്സ്റ്റ് ഹൗ വി ട്രാവൽ എന്നുള്ള പോർഷൻ ആണ്. അതൊരു സിമ്പിൾ പോർഷൻ ആണ്. ഇതിൽ ഇനിയിപ്പോ ഇത്തിരി ഒരു വലിയ പോർഷൻ എന്ന് നിങ്ങൾക്ക് പറയാനുള്ളത്
യുവർ ലാസ്റ്റ് പോർഷൻ സേഫ്റ്റി ഹാബിറ്റ്സ് ആൻഡ് ഫസ്റ്റ് എയ്ഡ്. അത് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ പഠിക്കുന്ന പോർഷൻ എന്താണ്? ഇനിയുള്ളത് രണ്ടെണ്ണം നല്ല സിമ്പിൾ പോർഷൻ ആണ്. പക്ഷെ സേഫ്റ്റി ഹാബിറ്റ് എന്ന് പറയുന്നതും സിമ്പിൾ പോർഷൻ ആണ്. പക്ഷെ കുറച്ചധികം അത് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. സോ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് പ്ലേസസ് ഇൻ മൈ നൈബർഹുഡ് എന്നുള്ളതാണ് അല്ലെ? വായിച്ചു നോക്കിയിരുന്നോ എല്ലാരും? അനിഹയുടെ കുട്ടാപ്പി അവിടുന്ന് കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ? അടി വേണോ? അടി വേണോ? വേണോ? ഒരു പല്ലാരും കൊണ്ടുപോയി. ആരോ ഒരു പല്ല് കൊണ്ടുപോയത്? വീണിട്ട് പോയത്. ജനന്റെ മടിന്ന് വീണിട്ട് പോയത്. ഇനിയിപ്പോ എത്ര വയസ്സാവണം പല്ല് വരാൻ? ഇനിയിപ്പോ എത്ര നാള് കഴിയണം പല്ല് വരാൻ വേണ്ടി? ജനലിന്റെ മുകളിലൊക്കെ എന്താണ്? മിസ്സിനൊന്നും മനസ്സിലാവുന്നില്ലടാ. അപ്പൊ അടി വേണല്ലേ? എന്തായാലും ജനലിന്റെ മുകളിലൊക്കെ കയറുന്ന ആളാണ്. അപ്പൊ എന്തായാലും ഒരടി വേണല്ലേ? വേണോ? ഓക്കെ ലിസൺ, നമുക്ക് നോക്കാം അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പ്ലേസസ് ഇൻ മൈ നൈബർഹുഡ് എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? നമ്മൾ മുഴുവൻ പറഞ്ഞു. നമ്മൾ എവിടെ വരെ പറഞ്ഞത്? ഫയർ സ്റ്റേഷൻ എത്തി. ഫയർ സ്റ്റേഷൻ എത്തി അല്ലേ? മാർക്കറ്റ്. ഓക്കെ, നമുക്ക് ഹോസ്പിറ്റൽ. ഇല്ല, നമ്മള് ഫയർ സ്റ്റേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അതൊക്കെ നമ്മൾ പറയാൻ പോണതേ ഉള്ളൂ അല്ലേ? നമ്മൾ പറഞ്ഞോ ഫയർ സ്റ്റേഷൻ? പറഞ്ഞോ മോളെ ഇഫ്ര? നമ്മൾ എവിടെ വരെയാ പറഞ്ഞത് മോളെ? പോലീസ് സ്റ്റേഷൻ. ഓക്കെ, then പോലീസ് സ്റ്റേഷൻ. അതെ, പോലീസ് സ്റ്റേഷൻ വരെയാണ് പറഞ്ഞത് അല്ലേ? Then listen, police station. All neighborhood have a police station. We already discussed about it. എല്ലാ neighborhoodലും എന്തുണ്ട്? പോലീസ് സ്റ്റേഷൻ ഉണ്ട്. Then policemen guard our neighborhood and they catch thieves and search for lost people or things. Traffic policemen control traffic. എന്താണ് നമ്മള് പോലീസ്മാനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ? നമ്മുടെ നൈബർഹുഡിലുള്ള എന്തെങ്കിലും തെഫ്റ്റും ലോസ്റ്റ് ഓഫ് തിങ്സും ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ എന്തെങ്കിലും മോഷണം ഉണ്ടാവുകയോ ലോസ്റ്റ് ഓഫ് തിങ്സ് ആൻഡ് പീപ്പിൾ, ആളുകളെയും സാധനങ്ങളും ഒക്കെ കാണാതാവോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസുകാരാണ് എന്ത് ചെയ്യുക? അതൊക്കെ കണ്ടുപിടിച്ച് എപ്പോഴും നമ്മളെ സേഫ് ആയിട്ട് വെക്കുന്ന, നമ്മളെ ഗാർഡ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? ട്രാഫിക് പോലീസ്മാൻ കൺട്രോൾ ട്രാഫിക്. നിങ്ങൾ ട്രാഫിക് പോലീസ്മാനെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? വളരെ ഹറി ആയിട്ടുള്ള, വളരെയധികം ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ചിലപ്പോ അവിടെ ടൗണിൽ നിന്നിട്ട് പോകുന്ന വണ്ടികളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു പോലീസുകാരൻ ഉണ്ടാകാറുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ടാവും അല്ലേ? ട്രാഫിക് പോലീസ്മാൻ കണ്ടിട്ടുണ്ടോ ഹന്ന? കണ്ടിട്ടുണ്ട് അല്ലേ? എന്താണ് കണ്ടിട്ടുണ്ട് എന്നാണോ അല്ല എന്തെങ്കിലും പറയാനുണ്ടോ? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ട്രാഫിക് പോലീസ്മാനെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴെന്താണ്, അങ്ങനെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഇലക്ട്രിക് ട്രാഫിക് ഒക്കെ അതൊക്കെ കേൾക്കുന്നില്ലേ മക്കളെ? ഓക്കെ, ഇപ്പോ അതുകൊണ്ട് പോലീസുകാരൊക്കെ നിന്നിട്ട് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുന്നത് കുറവാണ്. ഹോസ്പിറ്റലാണ് ഇനി നമുക്ക് പറയാനുള്ളത്. Then
we go to a hospital or a clinic when we are sick. We know that നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോവുക എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോഴാണ് അല്ലെ? നമുക്ക് അസുഖമായിട്ട് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ എവിടെ പോവാ? ഹോസ്പിറ്റലിൽ പോവാറ്. Then hospitals and clinics have doctors and nurses. We already know that. ഹോസ്പിറ്റലിൽ ആരാണുള്ളത്? ഡോക്ടേഴ്സും നഴ്സസും ഉണ്ടാവും. Then doctors tell us what medicines to take. Then nurses look after people who have to stay in the hospital. നമ്മൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖമായിട്ട് പോവുകയാണെങ്കിൽ ഡോക്ടർ നമുക്ക് തരുമല്ലേ? എന്ത് മരുന്നാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ഡോക്ടർ തരും. Then nurses look after people who have to stay in the hospital. ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആരാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? ഡോക്ടേഴ്സ് ഇടയ്ക്കിടെ വന്ന് നമുക്ക് മരുന്നൊക്കെ തരാറുണ്ടോ? ഇല്ല അല്ലെ? അവര് നമ്മളെ ഇടയ്ക്കൊന്ന് റൗണ്ട്സിന് നമ്മളെ ഒന്ന് ചെക്ക് ചെയ്യാൻ വരും. എന്നാലും നമ്മുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ആരാ നോക്കുക? നേഴ്സസ് അല്ലേ? ആണല്ലേ? എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും എല്ലാവരുടെ അടുത്തും ഡോക്ടേഴ്സിന് എത്താൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നേഴ്സസ് ആണ് നമ്മുടെ മരുന്നും നമുക്ക് മെഡിസിൻസ് ഒക്കെ തരുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുന്നത് നേഴ്സസ് ആണ്. Then some neighborhood have dispensaries. Here medicines are given to the sick. ചില നൈബർഹുഡില് ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിലും എന്തുണ്ടാവും? ഡിസ്പെൻസറികൾ ഉണ്ടാവും അല്ലെ? അവിടെ എന്താണ്? നമ്മൾ എന്തെങ്കിലും അസുഖമാണ്, അല്ലെങ്കിൽ നമുക്ക് പനിയാണ്, ജലദോഷമാണ്, ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ അല്ലെ? ഒരുപാട് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ, ജലദോഷം, തൊണ്ടവേദന, ചെറിയ പനിയൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മെഡിസിൻസ് തരാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ എന്തുണ്ടാവും? ഡിസ്പെൻസറികളും ഉണ്ടാവും. ഹോസ്പിറ്റലല്ല, അതിനെയാണ് ഡിസ്പെൻസറി എന്ന് പറയാം. നമ്മുടെ വീടിന്റെ അടുത്ത് ചിലപ്പോൾ ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ അസുഖങ്ങൾക്ക് മരുന്ന് കിട്ടുന്ന എന്തുണ്ടാവും? ഡിസ്പെൻസറികൾ ഉണ്ടാവും. ഇവിടെ എല്ലാത്തിന്റെയും പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ? പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ATM ഉണ്ട്, പോലീസ് സ്റ്റേഷൻ. Then we go to a hospital when we are sick. അവിടെ ഹോസ്പിറ്റലിന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ എന്താണ് എല്ലാവരും പോകാറുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് അറിയാം ഹോസ്പിറ്റൽ എങ്ങനെയാണ് എന്നുള്ളത് അല്ലെ? ഹോസ്പിറ്റലിൽ ഇതുവരെ പോവാത്ത ആൾക്കാരുണ്ടോ? നോ, എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും, കണ്ടിട്ടും ഉണ്ടാവും. Then market. All neighborhood have shops. Many shops together form a market. Some neighborhoods have small markets. Some have big markets. എന്താണ് മാർക്കറ്റ് എന്ന് പറയുന്നത്? എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എവിടെ പോവാറുണ്ട്? മാർക്കറ്റിൽ പോവാറുണ്ട്. അങ്ങനെ എല്ലാ നൈബർഹുഡിലും എന്തുണ്ട്? കടയുണ്ടാവും അല്ലെ? ചിലപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കട ഉണ്ടാവും അല്ലെ? അതിന് നമുക്ക് മാർക്കറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഒരു കട മാത്രമാണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് ഉള്ളത്. മിസ്സിന്റെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്ന 1-2 കട അവിടെ ഉണ്ട് അല്ലെ? നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി ആയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോയി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 1-2 കടകൾ ഉണ്ടാവും. അതിനെ നമ്മൾ ഒരിക്കലും മാർക്കറ്റ് എന്ന് പറയില്ല. മാർക്കറ്റിൽ എന്താണ്? ഇപ്പൊ അവിടുന്ന് പാടിച്ചാൽ വരികയാണെങ്കിൽ പാടിച്ചാൽ എന്താണ്? ഒരു മാർക്കറ്റ് ആണ് അല്ലെ? അവിടെ ഒരുപാട് കടകളുണ്ട്, എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ എന്താണ്? ജ്വല്ലറീസ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടെ അവൈലബിൾ ആണ്? ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ കുറെ ഷോപ്സ് കൂടുന്നതിന് എന്ത് പറയും? മാർക്കറ്റ് എന്ന് പറയും. കുറെ ഷോപ്പുകളൊക്കെ കൂടി ഫോം ചെയ്യുന്നതാണ് മാർക്കറ്റ്. 1-2 ഷോപ്പ് മാത്രമേ ഉള്ളെങ്കിൽ അതിന് മാർക്കറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. Then some neighborhood have small market. ചില നൈബർഹുഡിൽ എന്താണ്? ചെറിയ മാർക്കറ്റ് ആയിരിക്കും അല്ലെ? കുറച്ച് കാര്യങ്ങൾ മാത്രം കിട്ടുന്നത്. അതായത് ഇപ്പോ നമ്മുടെ പാടിച്ചാൽ തന്നെ നമ്മൾ പറയാണ് എന്ന് വിചാരിക്കാം. പാടിച്ചാലും പയ്യന്നൂരും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതാണ് വലിയ മാർക്കറ്റ്? പയ്യന്നൂരാണ് അല്ലെ? നമ്മുടെ പാടിച്ചാലിനേക്കാൾ കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ട് എവിടെയുണ്ട്? പയ്യന്നൂരുണ്ട്. പക്ഷെ പാടിച്ചാൽ എന്താണ്? നമുക്ക് പാടിച്ചാൽ ഒരു വലിയ മാർക്കറ്റ് ആണ് അല്ലെ? പക്ഷെ അതുപോലെ എന്താണ്? പയ്യന്നൂരും പാടിച്ചാലും കമ്പയർ ചെയ്യുകയാണെങ്കിൽ
പാടിശാലിലുള്ളതാണ് ചെറിയ മാർക്കറ്റ്, പയ്യന്നൂർ വലിയ മാർക്കറ്റ് ആണ് ഉള്ളത്. സോ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം ബിഗ് മാർക്കറ്റ് ആണ്. ചില സ്ഥലത്ത് ചെറിയ മാർക്കറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഡിഫറെന്റ് ഷോപ്സ് ഇൻ എ മാർക്കറ്റ് സെൽ ഡിഫറെന്റ് തിങ്സ്. ഒരു മാർക്കറ്റിലുള്ള പല പല കടകളിലും പലതരത്തിലുള്ള സാധനങ്ങളാണ് വിൽക്കുക എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ നമ്മുടെ ഇവിടെ അടുത്ത ടൗണിൽ തന്നെ പോയി കഴിഞ്ഞാൽ എല്ലാ കടകളിലും സെയിം കാര്യമാണോ കിട്ടുന്നത്? അല്ലല്ലോ. എല്ലാ കടകളിലും ഒരേ സാധനം തന്നെയാണോ വിൽക്കാറല്ല അല്ലെ? നമ്മൾ ഫ്രൂട്ട്സിന്റെ ഷോപ്പിൽ പോയിട്ട് വെജിറ്റബിൾസ് ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ. അവിടെ ഫ്രൂട്ട്സ് ആണുള്ളത്, നമുക്കറിയാം അല്ലെ? ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ബേക്കറി ഐറ്റംസ് ചോദിക്കാറുണ്ടോ? നോ, വി നോ ദാറ്റ് there only get textile items അല്ലെ? നമുക്കറിയാം. ചില ഡിഫറെന്റ് ആയിട്ടുള്ള ഷോപ്പിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ? Then fire station. സിമ്പിൾ ആയതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ? മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയാം. Then fire station. Sometimes building catch fire. Then we telephone the fire station for help. A fire station has many fire engines and firemen. They put out fires. It is about fire station. And sometimes building catch fire. ചില സമയത്ത് എന്താണ്, കെട്ടിടങ്ങൾക്കൊക്കെ തീ പിടിക്കാറുണ്ട് അല്ലെ? നമുക്കറിയാം അല്ലെ? കെട്ടിടങ്ങൾക്കും തീ പിടിക്കും, എന്താണ്, ചില വീടുകളിലും ഉണ്ടാകാറുണ്ട്. Then we telephone the fire station for help. അപ്പൊ നമ്മള് ഫയർ സ്റ്റേഷനിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യും അല്ലെ? അപ്പൊ a fire station has many fire engine. ഒരു ഫയർ സ്റ്റേഷനിൽ എന്തുണ്ട്? ഒരുപാട് ഫയർ എഞ്ചിൻ ഉണ്ടാകും. ഫയർ എഞ്ചിൻ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? കണ്ടിട്ടുണ്ട്. അപ്പൊ ഫയർ എഞ്ചിനും അവിടെ ഫയർമാനും ഉണ്ടാവും അല്ലെ? പോലീസ് സ്റ്റേഷനിൽ ആരുണ്ടാവും? പോലീസ്മാൻ ഉണ്ടാവും. അതുപോലെ ഫയർ സ്റ്റേഷനിൽ ആരുണ്ട്? ഫയർമാൻ ഉണ്ട് അല്ലെ? അതായത് ഈ വണ്ടി എടുത്ത് നമ്മുടെ ഫയറൊക്കെ കുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് കെടുത്താൻ വേണ്ടി ആൾക്കാർ വരണ്ടേ? അവരെയാണ് എന്ത്? ഫയർമാൻ എന്ന് പറയാം. അപ്പോ ഫയർ സ്റ്റേഷനിൽ ഒരുപാട് ഫയർ എഞ്ചിനും ഫയർമാനും ഉണ്ടാകും. ദേ പുട്ട് ഔട്ട് ഫയർസ്. അവർ നമ്മളെ എന്താണ്, തീ പിടിച്ച സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ തീയൊക്കെ കളഞ്ഞ് എന്ത് ചെയ്യും? നമ്മളെ അതിൽ നിന്ന് അപകടം ഉണ്ടാവാതെ നമ്മൾ നന്നായിട്ട് സേവ് ചെയ്യും അല്ലെ? അപ്പൊ ഹോസ്പിറ്റൽ, മാർക്കറ്റ് ആൻഡ് ഫയർ സ്റ്റേഷൻ. Then ഇതില് fill in the blanks ഉണ്ട്. And where will Aarti go to? അത് എന്ത് ചെയ്യാം? രണ്ടും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. രണ്ടുമല്ല, 3 എണ്ണം ഉണ്ട്. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. Then നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ fill in the blanks ആണ്. And choose words from the bracket. ബ്രാക്കറ്റിലുള്ളതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്തിട്ട് എഴുതാം. A ആണ് ആക്ടിവിറ്റി A. Fill in the blanks. Choose words from the bracket. Then where will Aarti go to? Buy bread and vegetables. ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ എവിടെ പോകും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റിൽ പഠിച്ച കാര്യമാണ്. അപ്പൊ നന്നായിട്ട് പോർഷൻ വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യാം? ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഹോംവർക്ക് ആയി ചെയ്തിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? സെൻഡ് ചെയ്ത് തരണം. നിങ്ങളുടെ എക്സാം ഷീറ്റ്, ആൻസർ എഴുതിയ ഷീറ്റ് തരാൻ വേണ്ടി മറക്കരുത്. അതുപോലെ ഇത് ഹോംവർക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. മൂന്നാമത്തെ, ലുക്ക് അറ്റ് ദ പിക്ചർ, സ്റ്റിക്ക് ദ പ്ലേസസ് ആർ ഫൗണ്ട് നിയർ യുവർ നൈബർഹുഡ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ നൈബർഹുഡിലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ടിക്ക് ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരും. നിങ്ങൾ എന്ത് ചെയ്യണം? അത് നോക്കി കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് ഒന്നും മിസ്റ്റേക്ക് ഇല്ലാതെ നന്നായിട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ടുള്ളത് നല്ലൊരു ആക്ടിവിറ്റി ആണ് അല്ലേ? ഒരു ഫൺ ടു ഡു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഫണ്ണി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്താണ്? അന്ന ഹാസ് ലോസ്റ്റ് എ ലെറ്റർ ഷീ റോട്ട് ടു ഹർ ഗ്രാൻഡ് മദർ ആൻഡ് ക്യാൻ യു ഹെൽപ്പ് ഹർ ഫൈൻഡ് ഇറ്റ്? എന്താണ്? പണ്ട് നിങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ എന്താണ്, നമ്മുടെ ബാലരമയിലും ബാലഭൂമിയിലും ഒക്കെ ചെയ്യാറുണ്ടാവും അല്ലേ? ഇങ്ങനത്തെ എന്ത് ചെയ്യുക? വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണല്ലേ? അന്ന ഹാസ് ലോസ്റ്റ് എ ലെറ്റർ ഷീ റോട്ട് ടു ഹർ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദർക്ക് എഴുതിയ ഒരു ലെറ്റർ അന്നയുടെ കയ്യിൽ നിന്ന് കാണാതെ പോയി. അതെന്ത് ചെയ്യണം? നല്ല കറക്റ്റ് ആയിട്ട് അത് ഫൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്താണ് മോളെ അന്ന?
എന്റെ പള്ളിയിലുള്ള പേരാണ് അന്നാന്ന്. ആണല്ലേ, നമ്മുടെ ഹന്നയുടെ പള്ളിയിലുള്ള പേരാണ് അന്ന എന്നല്ലേ. അപ്പൊ നമ്മുടെ അന്ന എഴുതിയ ലെറ്റർ കാണാതെ പോയി എന്നാണ് പറയുന്നത് അല്ലേ ഹന്ന? ഓക്കെ, അപ്പൊ അത് 4 എന്ത് ചെയ്യാം, ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരും. നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിസ്കസ് ചെയ്യാം അല്ലേ. അതിനു മുമ്പ് എന്ത് ചെയ്യാം, എല്ലാവരും ചെയ്ത് സെൻഡ് ചെയ്ത് തരാം. തെറ്റുള്ളതൊക്കെ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം അല്ലേ, നമ്മുടെ ടൈം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് പറയാം. ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യാം, സോറി എക്സാം എഴുതിയ ഷീറ്റ് എന്ത് ചെയ്യാ, എന്തായാലും സെൻഡ് ചെയ്ത് ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യാ, ഇല്ലെങ്കിൽ മറന്നു പോവും. മുഴുവൻ പേരും സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടാവണം. നിങ്ങൾ എന്ത് എഴുതി എന്നുള്ളതല്ല, എന്തായാലും സെൻഡ് ചെയ്ത് തരിക ക്ലാസ്സിലുള്ള മുഴുവൻ പേരും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഓക്കെ, ബൈ.